The next example for diffusion. Why the smell of hot food spread quickly to long distance? നമ്മൾ ഓരോ ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ നന്നായി വിശന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ സ്മെല്ല് ഹോട്ടലിൻ്റെ പുറത്തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂലേ? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഡിഫ്യൂഷനാണ്. ഹോട്ടലുണ്ടാക്കുന്ന ഫുഡ് നല്ല ചൂടായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അത് ചൂടാക്കുമ്പോൾ നമുക്ക് പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ നല്ല സ്മെല്ല് വരും. അതിൻ്റെ റീസൺ ഡിഫ്യൂഷനാണ്. So what is happening there? On heating, particles get energy. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് പാർട്ടിക്കിൾസിന് ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോളിഡ് ആയിരിക്കും അല്ലേ? ചിലപ്പോൾ നല്ല കോഫി ആയിരിക്കും, അത് നന്നായിട്ട് ചൂടാക്കുന്നത് ലിക്വിഡാണ് അല്ലേ? ലിക്വിഡിനെ ചൂടാക്കും. സോളിഡിനെ ആയാലും ലിക്വിഡിനെ ആയാലും ഗ്യാസിനെ ആയാലും ചൂടാക്കുമ്പോൾ ഓൺ ഹീറ്റിംഗ് പാർട്ടിക്കിൾസ് ഗെറ്റ് എനർജി അല്ലേ? ആൻഡ് ദ റേറ്റ് ഓഫ് ദി ഡിഫ്യൂഷൻ ഇൻക്രീസ്. എനർജി കിട്ടി എന്ത് ചെയ്യും? പാർട്ടിക്കിൾസിൻ്റെ ഡിഫ്യൂഷൻ്റെ റേറ്റ് കൂടും. അത് കൂടുതലായിട്ട് കൂടുതൽ ദൂരത്തിലേക്ക് സ്പ്രെഡ് ആവും. So the smell of hot food spread quickly to a long distance. So the reason is as temperature increases, diffusion increases. That means on heating, particles get energy and the rate of diffusion increases. So the smell spread quickly to a long distance. Now let us compare the diffusion of iodine vapors and ink. We can say that iodine vapors means it is gaseous state, ink means liquid state. So we are going to compare vapor and liquid diffusion. Which will diffuse fast and which is slow? This is our question. Iodine vapor is in gaseous state, so it will diffuse more quickly than the ink in the liquid state. അതായത് അയഡിൻ എന്നുള്ളത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിഫ്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിഫ്യൂഷനെക്കാട്ടിലും കൂടുതലായിരിക്കും. Why? Because in gas the particles are far apart, so it diffuse or it spread more quickly. But if you take liquid, particles are somewhat closer. So this is liquid. Okay, so the spreading is not as in the case of gas. Spreading കുറച്ച് കുറവായിരിക്കും ലിക്വിഡിൽ, കാരണം സ്പേസ് കുറച്ച് കുറവാണ്, എനർജി കുറച്ച് കുറവാണ്, മൂവ്മെൻറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യില്ല. പക്ഷേ ഗ്യാസ് എടുത്താൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായതുകൊണ്ട് കുറേ സ്പീഡിൽ അത് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ സോ ഡിഫ്യൂസ് അയഡിൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് മോർ ക്വിക്ലി ദാൻ liquid particles. Now let us compare diffusion rates in solid, liquid and gas. അതായത് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിലെ ഡിഫ്യൂഷൻ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പോവാം. In solids, molecules have no movement. We know that particles are closely packed. So no movement of particles, so no diffusion take place because particle cannot move. So spreading is not possible, so no diffusion take place. In liquids, what about liquid? Molecules can move inside the container, that we already see. Compared to solid, liquid particle can move inside the beaker. So the diffusion will be less, but compared to solid it will be more. So less diffusion occurs. What about gases? In gas we know that freedom of movement is more. So molecules have rapid movements as compared to solids and liquid. Gas molecules have rapid movements. It can move anywhere. So the rate of diffusion is high. So diffusion rate high for gas and no diffusion take place in case of solids, and less diffusion occurs in the case of liquids. Now let us see more examples of diffusion. സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഫ്രൂട്ട്സ്. നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെ വെച്ചാൽ ആ ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല് എയറിൽ ഡിഫ്യൂസ് ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടും അല്ലേ? സ്പ്രെഡിങ് ദ സ്മെൽ ഓഫ് സ്പൈസസ്. ഓക്കെ, സ്പൈസസിൻ്റെ സ്മെല്ല്. ഓപ്പണിങ് എ ബോട്ടിൽ ഓഫ് പെർഫ്യൂം ഇൻ വൺ കോർണർ ഓഫ് എ റൂം. ഇഫ് യു ഓപ്പൺ ദ ബോട്ടിൽ ഓഫ് എ പെർഫ്യൂം, ദ പാർട്ടിക്കിൾസ് ഗെറ്റ് ഡിഫ്യൂസ്ഡ് ഓർ സ്പ്രെഡ് ഇൻ ടു ദ എയർ. അങ്ങനെ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. എക്സ്പോസിങ് പെട്രോൾ കെറോസിൻ ഇൻ ദ എയർ. നമ്മളിപ്പോൾ പെട്രോൾ മേടിച്ച കുപ്പിയോ അല്ലെങ്കിൽ പെട്രോൾ നിറച്ച ടാങ്ക് ഇപ്പോൾ വണ്ടിയിലൊക്കെ തുറന്നാൽ സ്മെല്ല് നന്നായിട്ട് പുറത്ത് വരും. അതേമാതിരി കെറോസിനും ബോട്ടിൽ ഓപ്പൺ ചെയ്താൽ ഭയങ്കര സ്മെല്ല് വരും. അതിന് കാരണം എന്താ? പെട്രോളും കെറോസിനൊക്കെ ലിക്വിഡാണ്. ലിക്വിഡ് പാർട്ടിക്കിൾസിന് കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എയറിൽ ഡിഫ്യൂസ് ആവും അല്ലെങ്കിൽ സ്പ്രെഡ് ആവും. ഓക്കെ, സോ ദീസ് ആർ ദ മോർ എക്സാമ്പിൾസ് ഫോർ diffusion. Next class we will see another topic, pure substances and mixtures.